ഓം ശ്രീ സായിരാം. ഓം ശ്രീ സായിരാം. ഭഗവാന്റെ പാതാരബിന്ദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും അന്തർശൗര്യജ്ഞത്തിന്റെ 255 ഭാഗത്തിലേക്ക് സ്വാഗതം. സായിരാം. ഇന്ന് നമുക്ക് വേണ്ടി ഹോസ്റ്റ് ചെയ്യുന്നത് ശ്രീ പ്രേമസായി കാസർഗോഡാണ്. നമുക്ക് വേണ്ടി കോർഡിനേറ്റ് ചെയ്യുന്നത് ഡോക്ടർ സതീഷ് കുമാർ കാസർഗോഡാണ്. നമുക്ക് വേണ്ടി വായിക്കുന്നതും അനുഭവം പങ്കുവയ്ക്കുന്നതും ശ്രീമതി വത്സല കുമാരി തിരുവനന്തപുരമാണ്. വത്സല, ഡോക്ടർ സതീഷ് കുമാർ പറയുന്ന അതിന് ശേഷം ഓങ്കാരവും ഇതും പറഞ്ഞ ശേഷം സാറ് പറയുന്നത് പോലെ ചെയ്തോളൂ കേട്ടോ. സായിരാം. മാഷെ തുടങ്ങിക്കോളൂ. സായിരാം. സായിരാം. നമ്മള് 256 ദിവസത്തിലേക്ക് എത്തി. ഇന്ന് നമുക്ക് അതിഥിയായിട്ട് എത്തിയിട്ടുള്ളത് ശ്രീമതി വത്സലകുമാരി തിരുവനന്തപുരമാണ്. ഇപ്പോൾ 3 ഓങ്കാരവും ഗായത്രിയും ചൊല്ലിയ ശേഷം ക്യാമറ ഓണാക്കിയിട്ട് മാം വായിച്ചോളൂ. ആദ്യം 3 ഓങ്കാരവും സായി ഗായത്രിയും പറയാം. ഞാൻ തന്നെ പറയാനാണോ ഓങ്കാരം? ഞാൻ പറയേണ്ടത് മാഷാണ്. ഈശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവ പ്രചോദയാത്. ഓം സായീശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവ പ്രചോദയാത്. ഓം സായീശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവ പ്രചോദയാത്. ഓം ശാന്തി ശാന്തി ശാന്തി. വത്സലകുമാരി മാം, ഇനി വീഡിയോ ഓണാക്കിയിട്ട് മാം സത്യസായി വാണി വായിച്ചു തുടങ്ങിക്കോളൂ. 12 മിനിറ്റ്. സായിരാം. സായിരാം. എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ സായിരാം. ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ ശതകോടി പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുന്നു. ഇതിൽ പ്രവർത്തിച്ച എല്ലാവർക്കും, എനിക്ക് വേണ്ടി ഇവിടെ ഒരു അവസരം തന്ന എല്ലാവർക്കും, അത് കഴിഞ്ഞ് എൻ്റെ വത്സല ചേച്ചിക്കും പ്രത്യേകം സായിരാം. സായിരാം സായിരാം. ഇന്ന് ഞാനിവിടെ അവതാരവാണി വായിക്കുന്നത്, സത്യസായി വാണി വായിക്കുന്നത് 24-ാം ഭാഗം. സത്യസായി വാണി 24-ാം ഭാഗത്തിലെ ഒരു അധ്യായമാണ് വായിക്കുക. 16-ാം അധ്യായം. ഭഗവാൻ 1991 മെയ് 30-ാം തീയതി വൃന്ദാവനത്തിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഡിറ്റോറിയത്തിൽ നടത്തിയ ദിവ്യ പ്രഭാഷണത്തിൻ്റെ ചില ഭാഗങ്ങൾ. മനുഷ്യന്റെ ദുരിതങ്ങളും ഈശ്വരനും. സാമൂഹിക നിയമങ്ങൾ ഇന്ന് മാഞ്ഞുപോയി. മനുഷ്യനിലെ സംതൃപ്തിയും അകന്നുപോയി. നൈതിക മൂല്യങ്ങളാകെ തകർന്നിരിപ്പു. മനുഷ്യത്വം മനുഷ്യനിൽ തരം താഴ്ന്നിരിക്കുന്നു. പ്രിയ വിദ്യാർത്ഥികളെ, ഈ ലോകത്ത് ആഹാരം എല്ലാവർക്കും അത്യന്താപേക്ഷിതമാണ്. ജീവിതത്തിലെ പ്രധാന ആവശ്യങ്ങൾ കൊണ്ട് മാത്രം തൃപ്തിപ്പെടാനാവില്ല. നിറഞ്ഞ വയർ മനസ്സിന് സംതൃപ്തിയേകണമെന്നില്ല. വിശപ്പടക്കിയത് കൊണ്ട് മാത്രം അവന് വിശ്രമിക്കാനാവില്ല. അവൻ സഞ്ചരിച്ചുകൊണ്ട് പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക തന്നെ വേണം. പ്രവൃത്തികളിൽ ഏർപ്പെടുമ്പോൾ അവൻ സ്വയം ചോദിക്കണം, ഞാൻ എന്താണ് ചെയ്യേണ്ടത്, എന്തിനു ചെയ്യുന്നു, എങ്ങനെ ചെയ്യുന്നു? ഈ ചോദ്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ അവൻ്റെ പ്രവൃത്തിയിൽ അവൻ ആഹ്ലാദവും അർത്ഥവും ഗ്രഹിക്കാനാകും. ഇത്തരത്തിൽ താൻ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഉദ്ദേശവും മൂല്യവും അവൻ തിരിച്ചറിയുന്നു. തൻ്റെ പ്രവൃത്തികളിലെ നന്മ മനസ്സിലാക്കിയിട്ട് അത് അവൻ സ്വജീവിതത്തിൻ്റെ ഭാഗമായി മാറ്റുന്നു. കർമ്മങ്ങളിൽ നിന്നും സംജാതമാകുന്ന ആനന്ദം സ്വയം അനുഭവിക്കുകയും അത് മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുകയും ചെയ്യുന്നു.
തൈത്തിരീയ ഉപനിഷത്തിലെ പ്രധാന സന്ദേശം ഇതാണ്: അന്നത്തിൽ നിന്ന് ആരംഭിച്ച് ആനന്ദത്തിലെത്തുക എന്നതാണ് ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യം. തൈത്തിരീയ ഉപനിഷത്ത് കൃഷ്ണ യജുർവേദത്തിലെ ഒരു ഭാഗമാണ്. ഒരു പ്രാചീന ഉപനിഷത്താണിത്. ഇതിൽ എല്ലാം മന്ത്രരൂപത്തിലാണുള്ളത്. മന്ത്രം എന്നാൽ ഓം നമോ നാരായണായ അല്ലെങ്കിൽ ഓം നമഃശിവായ എന്ന രൂപത്തിലുള്ള പ്രസ്താവനകളല്ല. മനനാത്രാണ സംഹിതം ഇത് മന്ത്രഃ. മന്ത്രം എന്നാൽ വിചാരത്തിലൂടെ വീണ്ടെടുക്കാവുന്നവ. മനന പ്രക്രിയയിലൂടെ മനസ്സിൽ പ്രതിഷ്ഠ നേടുന്നതാണ് മന്ത്രം. ഈ ഉപനിഷത്തിലെ ഓരോ ഉച്ചാരണത്തിനും മന്ത്രധ്വനിയുണ്ട്. ഇതിലെ ഓരോ വാക്യവും മന്ത്രശക്തിയാൽ നിർഭരമാണ്. സത്യം വദ ധർമ്മം ചര, സത്യം പറയുക, ധർമ്മം ആചരിക്കുക. ഓം ഇതി ബ്രഹ്മ, ഓം ബ്രഹ്മമാണ്. സത്യം ജ്ഞാനം അനന്തം ബ്രഹ്മ. ഏകം തസ് വിപ്ര ബഹുധാ വദന്തി, സത്യം ഒന്നേ ഉള്ളൂ, പണ്ഡിതർ അതിനെ പലതായി വിളിക്കുന്നു. ഏകോഹം ബഹസ്യാം, ഞാൻ ഒന്നാണ്, പലതായി തീരട്ടെ. ഏകോവാസി സർവഭൂതാന്തരാത്മ, എല്ലാ ജീവരാശികളിലും അധിവസിക്കുന്നത് ഒന്ന് തന്നെ. ഈ സുഭാഷിത പ്രഖ്യാപനങ്ങൾ മന്ത്രത്തിൻ്റെ രൂപവും കരുത്തും ആർജിച്ച് ലോകം മുഴുവനും വ്യാപിക്കുകയും മനുഷ്യരെ ബോധതലത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് അതിൽ ആനന്ദം ചൊരിയുകയും ചെയ്യുന്നു. ഈ ഉപനിഷത്തിന് മറ്റൊരു സവിശേഷത കൂടെയുണ്ട്. മറ്റു ഉപനിഷത്തുക്കളേക്കാൾ ചില പ്രത്യേക ആളുകൾക്ക് മാത്രം പ്രസക്തം. ബ്രഹ്മചാരികൾ, ഗൃഹസ്ഥർ, വാനപ്രസ്ഥർ, സന്യാസിമാർ എന്നിവർക്കെല്ലാം തൈത്തിരീയ ഉപനിഷത്തിൻ്റെ സന്ദേശങ്ങളും പ്രായോഗിക തലങ്ങളും ഒരുപോലെ ബാധകമാണ്. അങ്ങനെ ഈ ഉപനിഷത്ത് ഓരോ മനുഷ്യനും പ്രസക്തവും ബാധകവുമായി തീരുന്നു. ഇതിലെ അനുശാസനങ്ങൾ ചതുരാശ്രമത്തിലെ ആളുകൾക്ക് അനിവാര്യമാണ്. ഈശ്വരൻ മനുഷ്യരൂപത്തിൽ, ഇതിനർത്ഥം പരമമായ പൊരുൾ മനുഷ്യഹൃദയത്തിൽ വിഷ്ണുവായി സാന്നിധ്യം ചെയ്യുന്നു എന്നതാണ്. ദൈവിക മനുഷ്യർക്ക് അവരിൽ കുടികൊള്ളുന്ന ഈശ്വരത്വത്തെക്കുറിച്ച് ബോധമുണ്ട്. എല്ലാ കർമ്മങ്ങളും ഈശ്വരാർപ്പണമായി ചെയ്യുന്നവരും എല്ലാ ജീവികളിലും കുടികൊള്ളുന്ന ചൈതന്യം അറിയുന്നവരും എല്ലാ ജീവരാശികളിലും ദയയും പ്രേമവും ഉള്ളവരും ഈശ്വര സേവയ്ക്കായി സ്വയം സമർപ്പിക്കുന്നവരുമാണ്. സത്യധർമ്മ ഭവോ മർത്യ, സത്യത്തിനും ധർമ്മത്തിനും വേണ്ടി സമർപ്പിക്കപ്പെട്ടവരാണ് മർത്യർ. മായികമായ ഈ ലോകത്ത് സത്യധർമ്മങ്ങളിൽ ശരിയായ ശ്രദ്ധയുള്ളവർ ഈ രണ്ട് സദ്ഗുണങ്ങളും പ്രചരിപ്പിക്കുകയും ആചരിക്കുകയും ചെയ്യുന്നു. ശരിയായ മാനവനാവുക എന്നതാണ് മനുഷ്യൻ്റെ മുഖമുദ്ര എന്ന് വിശേഷമുള്ള അവർ സഹജീവികളോട് ദയയും പ്രേമവും കാട്ടുന്നു. അത്തരത്തിലുള്ള മനുഷ്യർ ധർമ്മം ആചരിക്കുകയും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സ്വയം ഏർപ്പെടുകയും ചിന്ത, വാക്ക്, പ്രവൃത്തി എന്നിവ ഏകീകരിക്കുകയും ഗൃഹസ്ഥനാണെങ്കിലും ദൈവികമായ ജീവിതം നയിക്കുകയും ചെയ്യുന്നു. കർത്തവ്യ നിർവഹണത്തിൽ തന്നെ സഹജീവികൾ മാതൃകയായി അവർ നിലകൊള്ളുന്നു. കൂട്ടായ്മയുടെ ഏകീകൃത ആവിഷ്കാരമാണ് സമൂഹം. സമൂഹത്തിലെ ഓരോരുത്തരും പരസ്പരം ഐക്യത്തോടെ ജീവിക്കേണ്ടതിൻ്റെ ആവശ്യകത ഇതിലടങ്ങിയിരിക്കുന്നു. വ്യക്തികളുടെ സൗഖ്യം സമൂഹത്തെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. ഗുരുകുലത്തിലെ വിദ്യാഭ്യാസം പൂർത്തിയായതിനു ശേഷം ഗുരു ശിഷ്യന്മാർക്ക് നൽകിയ വളരെ പ്രസക്തമായ സന്ദേശം അടങ്ങുന്നതാണ് തൈത്തിരീയ ഉപനിഷത്ത്. യാതൊരു സാഹചര്യത്തിലും സത്യം കൈവെടിയരുത്. എല്ലാ വിദ്യാർത്ഥികളെയും വിളിച്ചു വരുത്തി ഗുരു ഇപ്രകാരം പറയുന്നു: പ്രിയ വിദ്യാർത്ഥികളെ, എന്താണ് വിദ്യാഭ്യാസത്തിൻ്റെ പ്രാഥമിക ലക്ഷ്യം? ഇത് വിനയം വളർത്തലാണ്. സ്വഭാവ രൂപീകരണം വിദ്യാഭ്യാസത്തിൻ്റെ പ്രാണവായുവാണ്. ഉപനിഷത്തിലെ ശിക്ഷാവല്ലി എന്ന അധ്യായത്തിൽ വിദ്യാർത്ഥികൾ ബാഹ്യലോകത്തെത്തിയാൽ മനസ്സിൽ സൂക്ഷിക്കേണ്ടതായ ഗുരു വിഭാവന ചെയ്യുന്ന കാര്യങ്ങൾ പ്രതിപാദിക്കുന്നു. അവയിൽ മാതൃദേവോഭവ, പിതൃദേവോഭവ തുടങ്ങിയ അനുശാസനങ്ങൾ കാണാം. മാതാപിതാക്കളോട് പുലർത്തേണ്ട ഭക്തിയെക്കുറിച്ച് ആദ്യം സൂചിപ്പിക്കുന്നു. ഒരു സാഹചര്യത്തിലും സത്യം കൈവെടിയരുതെന്നും ധർമ്മത്തെ നിരാകരിക്കാൻ പാടില്ലെന്നും ശിഷ്യരോട് ആജ്ഞാപിക്കുന്നു. ഈ ഉപദേശങ്ങളിലൂടെ അന്നത്തെ കാലത്തെ വിദ്യാർത്ഥികൾ ഉന്നത ആദർശങ്ങൾ കൊണ്ട് നിർഭരമാക്കുന്നു. അനുകരണാർഹമായ ദൈവിക ജീവിതം നയിക്കാൻ അവർ പ്രചോദിതരാകുന്നു. ദൗർഭാഗ്യവശാൽ ഇന്നത്തെ വിദ്യാഭ്യാസം വിദ്യാർത്ഥികളെ മനുഷ്യത്വരാഹിത്യത്തിലേക്ക് നയിക്കുന്നു. അവരിലെ ബൗദ്ധികമായ കഴിവുകളെ വികസിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴും അവരിലെ സദ്ഗുണങ്ങൾ പോഷിപ്പിക്കാനൊന്നും ചെയ്യുന്നില്ല. സഹജീവികളിൽ പ്രേമം വളർത്തുക. വിദ്യാർത്ഥികൾ അവരുടെ സങ്കുചിത സ്വാർത്ഥ ആശയങ്ങൾ ഉപേക്ഷിക്കുകയും സാർവത്രിക വീക്ഷണം വികസിപ്പിക്കുകയും വേണം. തങ്ങളുടെ വൃഷ്ടിബോധം, സമിഷ്ഠബോധം സഹിക്കാൻ പാകത്തിന്
മനസ്സിലാക്കാൻ പരിശ്രമിക്കണം. എല്ലാ ജീവജാലങ്ങളിലും കുടികൊള്ളുന്നത് ഒരേ പ്രപഞ്ച ചൈതന്യമാണ് എന്ന് തിരിച്ചറിയണം. ഏകാത്മാ സർവഭൂതാന്തരാത്മ. ഈ ഏകത്വബോധം എല്ലാവരും മനസ്സിലാക്കിയാൽ ലോകത്ത് ശാന്തി പുലരും, സമൃദ്ധിയും ഉണ്ടാകും. സഹജീവികളിൽ സ്നേഹം വളർത്തുക. തൻ്റെ അച്ഛൻ, അമ്മ, ഭാര്യ, സന്താനങ്ങൾ എന്നിവരെ സ്നേഹിക്കാനാവാത്ത മനുഷ്യന് എങ്ങനെ ഈശ്വരനെ സ്നേഹിക്കാനാകും? പ്രേമം എന്നത് ഉരുകിപ്പോകുന്നതും തേയ്മാനം സംഭവിക്കുന്നതുമൊന്നുമല്ല, അത് മാറ്റമില്ലാത്തതാണ്. സർവാശ്ലേഷ ഘട്ടത്തിൽ എത്തുന്നതുവരെ അത് കൂടുതൽ വ്യാപകമായ രീതിയിൽ വികസിപ്പിച്ചുകൊണ്ടേയിരിക്കണം. അത്തരം പ്രേമം ദിവ്യമാണ്. സ്നേഹം ഈശ്വരനാണ്. സ്നേഹത്തിൽ ജീവിക്കുക. സായിരാം. എൻ്റെ ചെറിയ വാക്കുകൾ ഭഗവത്പാദത്തിൽ അർപ്പിക്കുന്നു. ഇനി മാമിനെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് മാമിന്റെ സായി അനുഭവങ്ങൾ എല്ലാവരുമായിട്ട് പങ്കുവയ്ക്കുക. സായിരാം. സായിരാം. എൻ്റെ സ്ഥലം തിരുവനന്തപുരമാണ്. തിരുവനന്തപുരത്ത് പാപ്പനംകോട് എന്ന സ്ഥലത്താണ് ഞാനിപ്പോൾ താമസിക്കുന്നത്. ഞാൻ പാപ്പനംകോട് സമിതിയിലെ ഒരു അംഗമാണ്. എൻ്റെ കുടുംബത്തിൽ ഞാനും സ്വാമിയിലെത്തുന്ന സമയത്ത് ഞാനും എൻ്റെ 2 മക്കളും എൻ്റെ ഹസ്ബൻഡും മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇപ്പം ഞങ്ങൾ കുടുംബം വികസിച്ച് എൻ്റെ 2 മക്കളും 2 മരുമക്കളും 2 ചെറുമക്കളും ആണ്. പിന്നെ ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് ഞാനും എൻ്റെ ഭഗവാനും ആയിട്ടുള്ള അടുപ്പം, ഞാൻ എങ്ങനെ ഭഗവാനിലെത്തിയെന്നും ഭഗവാൻ എന്നെ ഓരോ അവസരത്തിലും എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്ത് പോകുന്നുവെന്നും ഉള്ള കാര്യമാണ് എനിക്ക് ഇവിടെ പറയാനുള്ളത്. ഞാൻ ആദ്യമായിട്ട് സ്വാമിയിലെത്തിയത് എൻ്റെ ഹസ്ബൻഡിൻ്റെ ചേട്ടൻ ഒരു സായി ഭക്തനായിരുന്നു. അദ്ദേഹത്തിൻ്റെ വീട്ടിലൊരു ഫോട്ടോ ഉണ്ടായിരുന്നു. അതിൽ മാല ചാർത്തുമ്പം അതിങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്നത് അത് കാണാൻ വേണ്ടി ഞങ്ങളെ വിളിച്ചു. ഞങ്ങൾക്ക് സ്വാമിയെ പറ്റി യാതൊരു അറിവുമില്ല. പക്ഷെ ഞങ്ങളെല്ലാം ഭക്തരാണ്. കാരണം എൻ്റെ അച്ഛൻ കുടുംബപരമായിട്ടും അവർ നല്ല ഭക്തിയും കാര്യമുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് ആ ഒരു ചിട്ടയിൽ വളർന്നതുകൊണ്ട് ഞങ്ങൾക്കും എല്ലാവരും നല്ല ഭക്തിയായിരുന്നു. അങ്ങനെ ജീവിച്ചേ. അപ്പം അവിടെ ചെന്നപ്പം മാല ഇങ്ങനെ വളരുന്ന കുറച്ച് നീളത്തിലിട്ട മാല, വലിയൊരു ഫോട്ടോ ആയിരുന്നു. അതിൽ ഇങ്ങനെ താഴെ വരെ എത്തി. എന്നിട്ട് ഇങ്ങനെ ഫോൾഡായിട്ട് വന്നുകൊണ്ടേ ഇരിക്കുന്നത് കണ്ട. പക്ഷേ ആ മാലയ്ക്ക് നല്ല വൈബ്രേഷനായിരുന്നു. അപ്പം അത് കണ്ട് നമുക്കെന്താ സ്വാമിയെ പറ്റി അത്രയും ഒരു ഇത് തോന്നി. ആ ഒരു ഇതിന്ന് അങ്ങനെ അവർ അവിടുന്ന് ആ ചേട്ടന് ഒരു ഫോട്ടോയൊക്കെ തന്നുവിട്ട് ഞങ്ങളത് കൊണ്ടുപോന്നു. പക്ഷേ ഞങ്ങൾ അന്ന് താമസിച്ചിരുന്ന പൂജപ്പുരയ്ക്കടുത്തുള്ള കുഞ്ചാലമൂട് എന്നുള്ള സ്ഥലത്തായിരുന്നു. അതിനടുത്തായിരുന്നു ഈ ട്രിവാൻഡ്രം ഡിസ്ട്രിക്റ്റിൻ്റെ സായി സെൻറ്റർ. അപ്പോൾ എനിക്ക് അവിടെ വന്നപ്പോൾ ഞാൻ സമിതികളായിട്ടൊന്നും ഒരു ബന്ധമില്ല. പക്ഷെ അവിടെ വന്നപ്പോൾ എനിക്ക് അടുത്ത് പോകാനുള്ള സാഹചര്യം, ഭഗവാന്റെ സാന്നിധ്യം അവിടെയാണ് എനിക്ക് ആദ്യം കിട്ടിയത്. അവിടെ ഞാനിങ്ങനെ പോയി ഭഗവാന്റെ ഓരോ കാര്യത്തിലും പ്രവർത്തനത്തിൽ ഏർപ്പെട്ട് അവിടെ ഡിസ്ട്രിക്ട് മീറ്റിംഗ്, അല്ലാതെ വേദം പഠിപ്പിക്കൽ, അല്ലാതെ മെഡിക്കൽ ക്യാമ്പ്, അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ വരുമ്പോൾ അവിടെ എല്ലാ ദിവസവും ഞാൻ പോയി ക്ലീൻ ചെയ്ത്, ഞാനും ഒരു ചേച്ചിയും കൂടെ ഉണ്ടാവും, അവിടെ പോയി ചെന്ന് ക്ലീൻ ചെയ്ത് വിളക്ക് കത്തിച്ച് അങ്ങനെ പ്രാർത്ഥിച്ച് അത് കഴിഞ്ഞ് ആഴ്ചയിൽ ഒരു ദിവസം ഞങ്ങൾ അവിടെ ഭജന, ലേഡീസിനെ വിളിച്ചിട്ട് ഭജന വെച്ച് അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേനും ഒരു ദിവസം എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരു സഹോദരിയും ഒരു ഡിവോട്ടിയായിരുന്നു. അപ്പം ഒരു ദിവസം ഞങ്ങൾ അവരുടെ ഇവിടെ വീട്ടിൽ പോയി ഇങ്ങനെ തങ്ങേണ്ട ഒരു സാഹചര്യം വന്നു. അപ്പം രാവിലെ ആയപ്പം ഇങ്ങനെ നഗരസങ്കീർത്തനം പോകുന്നു. അത് നഗരസങ്കീർത്തനമൊന്നും നമുക്കറിയില്ലായിരുന്നു. ഇങ്ങനെ പോകുന്നതുകൊണ്ട് എനിക്ക് ഭജനയ്ക്ക് ഭയങ്കര ആഗ്രഹം. കാരണം ഞങ്ങൾ അച്ഛൻ്റെ ഭജന കേട്ടും, അച്ഛൻ ഒരു സംഗീതജ്ഞനും കൂടെയാണ്. അപ്പം ആ ഭജന ആസ്വദിച്ച് വളർന്നവരാണ് ഞങ്ങൾ. അപ്പം അതുകൊണ്ട് എനിക്ക് ഭജന കേട്ടപ്പം അങ്ങ് ഭയങ്കരമായിട്ട് ഒരിത് തോന്നി സ്വാമിയുടെ. അപ്പം അയ്യോ എനിക്കിത് എവിടെയെന്ന് വെച്ചാൽ സമിതിയിലൊന്ന് പോയാൽ കൊള്ളാമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ നാത്തും പറഞ്ഞ് കൊണ്ടുപോകാൻ, നമുക്ക് ഇതിനടുത്ത് തന്നെയാണ് സമിതി എന്ന് പറഞ്ഞ് അങ്ങനെ ആ സമിതി പോയി. അന്ന് മുതലേ ഞങ്ങളെല്ലാം എല്ലാ നഗരസങ്കീർത്തനത്തിനും ബാക്കി കാര്യങ്ങളിലും എല്ലാം അറ്റൻഡ് ചെയ്ത് അങ്ങനെ ഞങ്ങൾ കാലം കടന്നുപോയി. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം നമുക്ക് ഇങ്ങനെ പുട്ടപർത്തിയിൽ വരാനുള്ള ഒരു അവസരം, എല്ലാവരും പുട്ടപർത്തിയിൽ വരുന്നു എന്ന് പറയുന്നത് കേട്ട് ഒന്ന് വരാമെന്ന് വിചാരിച്ചു. അങ്ങനെ വന്നപ്പം അന്ന് വന്നിട്ട് ഭഗവാൻ പറഞ്ഞത് കണക്ക് ഭഗവാന്റെ അനുമതി ഇല്ലാതെ അവിടെ ആർക്കും കാല് കുത്താൻ പറ്റില്ല എന്ന് ഭഗവാൻ പറഞ്ഞത്, അത് അക്ഷരം പ്രതി എനിക്കത് ശരിയായിട്ട് തോന്നി. കാരണം അന്നൊന്നും അതിനെപ്പറ്റി അറിയില്ലെങ്കിലും ഇപ്പം അത് അറിഞ്ഞതിന് ശേഷം ഞാനത് മനസ്സിലാക്കി. കാരണം അവിടെ ചെന്നപ്പം സുനാമി ആയിരുന്നത് കൊണ്ട് ആരും ഇവിടെ തങ്ങണ്ട, ഉടനെ പൊയ്ക്കോളാൻ
ഭഗവാൻ പറഞ്ഞു. അങ്ങനെ തിരിച്ചു പോകുമ്പം ഞാൻ ഭയങ്കര കരച്ചിലായിരുന്നു. കാരണം ആദ്യമായിട്ട് പുട്ടപർത്തി വരെയാണ് ഭഗവാനെ പറ്റി അത്രയും ഭയങ്കര ഇതായിട്ട് മനസ്സിൽ കൊണ്ട് നടക്കുന്നതാണ്. അപ്പം ഇങ്ങനെ ഭഗവാനെ കാണാനും പറ്റിയില്ല, ഇവിടെ ഇറങ്ങാനും പറ്റില്ല. അപ്പം അന്നത്തെ ഡിസ്ട്രിക്റ്റിൻ്റെ മഹിളാ കോർഡിനേറ്റർ ആയിരുന്ന അംബിക ചേച്ചി, മിക്കവാറും എല്ലാവർക്കും അറിയാവുന്നത് അയാളായിരിക്കും. അപ്പം ചേച്ചി എന്നെ സമാധാനപ്പെടുത്തി, കരയേണ്ട, സമാധാനിക്ക്, നമുക്ക് ഇനി അടുത്ത പ്രാവശ്യം വരാം, അപ്പോഴത്തേക്കും സൗമ്യ കാണാം, ഇതിപ്പോഴത്തെ സാഹചര്യം കൊണ്ടല്ലേ എന്ന് പറഞ്ഞ് അങ്ങനെ പോയി. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പം ഇവിടെ സർവീസിന് വരാൻ എനിക്ക് അന്ന് അവിടെ എല്ലാം സായി സെൻ്ററിൽ ചെയ്യുമെങ്കിലും അതൊക്കെ സർവീസാണ് എന്ന് എനിക്കറിയില്ലായിരുന്നു. കാരണം ഞാൻ അവിടെ പോകുന്നു, ക്ലീൻ ചെയ്യുന്നു, വിളക്ക് എത്തിക്കുന്നു, അങ്ങനെ അല്ലാതെ ഇതൊക്കെ ഭഗവാന്റെ സർവീസായിട്ട് എനിക്ക് അങ്ങ് അറിഞ്ഞുകൂടായിരുന്നു. അങ്ങനെ ഇവിടെ വന്ന് അങ്ങനെ ഇരുന്ന് അപ്പോഴും രണ്ടാമത്തെ പ്രാവശ്യം വന്നപ്പം പുട്ടപർത്തിയിൽ തങ്ങാൻ പറ്റി. അങ്ങനെ വന്ന് എനിക്ക് സർവീസിന് തന്നത് ഭഗവാന്റെ ഡയസ് ക്ലീൻ ചെയ്യാനും ആ ഡോറിലെല്ലാം മാല ചാർത്താനും ഉള്ള ഡ്യൂട്ടിയായിരുന്നു. ഇനി ഡ്യൂട്ടി എന്തെന്ന് പോലും എനിക്കറിയാതെ വന്ന ഞാനാണ്. എന്താണ് ഇവിടെ സംഭവിക്കാൻ പോകണമെന്നൊന്നും അറിഞ്ഞുകൂടാതെ എനിക്ക് ഇനി ആരെങ്കിലും, ഞാൻ ഇങ്ങനെ ചിന്തിച്ചു വന്നത് ഇന്നാണ് ഞാൻ പുറത്ത് പറയുന്നത്, ഇനി ഡ്രസ്സുകളൊക്കെ കഴുകാനാണോ എന്തോന്നാണെന്നൊന്നും അറിയാതെ അങ്ങനെ അത്രയും ഒരു താണ രീതിയിലാണ് ഞാൻ അങ്ങ് ചിന്തിച്ചത്. എന്താണ് നമുക്ക്, കാരണം ഭഗവാൻ എന്താണ് കൽപ്പിക്കാൻ അറിയില്ലല്ലോ. അങ്ങനെ ഞാൻ അങ്ങനെ അവിടെ ക്ലീൻ ചെയ്തുകൊണ്ട് നിൽക്കുമ്പം ഈ അംബിക ചേച്ചി വന്ന് എന്നെ വിളിച്ച് പറഞ്ഞ്, വത്സലേ ഇത് എവിടെ നിൽക്കുന്നത് എന്ന്. അപ്പം ഞാൻ വിചാരിച്ചു, അയ്യോ ഇവിടെ കയറിക്കൂടെ, അങ്ങനെയാണ് വിചാരിച്ചത്. പക്ഷെ ചേച്ചി പറഞ്ഞ്, അല്ല ഇപ്പം മനസ്സിലായ, ഇതെല്ലാം ആ സായി സെൻ്ററിൽ ചെയ്ത സേവനത്തിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് ഇവിടെ നിൽക്കാൻ പറ്റിയ. 26 വർഷം കൊണ്ട് ഞാൻ വന്നിട്ട് ഞാൻ ഒരു ദിവസം പോലും ഇവിടെ ചവിട്ടിയിട്ടില്ല എന്നാണ് എൻ്റെ ഭഗവാന്റെ ദിവ്യമായ പ്രസക്തി ഞാൻ മനസ്സിലാക്കുന്നത്. എന്നാണ് ഞാൻ എൻ്റെ ഭഗവാനെ പറ്റി, അദ്ദേഹത്തിൻ്റെ മഹിമ മനസ്സിലാക്കിയത്. അപ്പോഴാണ് സേവനം എന്തെന്ന് മനസ്സിലാക്കുന്നത്. അവിടെ എല്ലാം രാവിലെ വന്ന് എല്ലാം ക്ലീൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം, അപ്പോഴും ഭയങ്കര രഹസ്യം, ഭഗവാൻ അവിടെ ഇല്ല, വൈറ്റ് ഫീൽഡിലാണ്. ആ 9 ദിവസവും അവിടെ ഭഗവാൻ വന്നിട്ടില്ല. ഞാൻ അവിടെ നിന്നിട്ട് എനിക്ക് എന്തോ അവിടെ സർവീസ് ചെയ്യുന്ന സമയത്തൊന്നും എനിക്ക് യാതൊരു വിഷമോ യാതൊന്നുമില്ല. നല്ല എന്ന് വെച്ചാൽ ചെയ്യാനുള്ള ആ ഒരു ആർത്തി എന്ന് വേണം പറയാം. അങ്ങനെ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ചെയ്തത്. പിന്നെ റൂമിൽ വരുമ്പോൾ എനിക്ക് വീണ്ടും സങ്കടം, ഭഗവാനെ കണ്ടില്ലല്ലോ എന്ന്. അങ്ങനെ ഞങ്ങളെ കൂടെ വന്ന് അന്നത്തെ ഞങ്ങളുടെ കൺവീനർ സുബ്രഹ്മണ്യം സാറ്, വത്സലയെ വീണ്ടും സങ്കടം തന്നെയല്ലേ, ഇവിടെ വന്നിട്ട് സ്വാമിയെ കാണാൻ പറ്റിയില്ല, വിഷമിക്കേണ്ട, നമുക്ക് തിരിച്ചു പോകുമ്പം തീർച്ചയായിട്ടും വൈറ്റ് ഫീൽഡിൽ പോയി സ്വാമിയെ കണ്ടിട്ട് തന്നെ പോവാം എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു മനസ്സമാധാനം എനിക്ക് അവിടെ തന്നു സ്വാമി. അങ്ങനെ ഞാൻ അവിടെ എല്ലാ ദിവസവും രാവിലെ വന്ന് അവിടെ കംപ്ലീറ്റ് ക്ലീൻ ചെയ്ത് അവസാനം അവിടുത്തെ ഈസ്റ്റ് ബ്ലോക്കിലെ ഒരു അമ്മയുടെ കൂടെ ആയിരുന്നു എനിക്ക് ഡ്യൂട്ടി. അപ്പം അമ്മ രാവിലെ ചെന്ന് അമ്മയുടെ ഒപ്പം വന്ന് എല്ലാ ഡോറിലും മാലയിട്ട് എല്ലാം കഴിഞ്ഞു. ഓരോ സ്ഥലത്തും മാലയിട്ട് വരുമ്പം കുറേ ബാക്കി വരുന്ന പൂവെല്ലാം അമ്മ എൻ്റെ തലയിൽ ചൂടിത്തരും. ഇഷ്ടംപോലെ പൂ വെച്ച് നിറഞ്ഞിട്ടാണ് ഞാൻ അതിനകത്ത് നിറഞ്ഞത്. ഇതൊന്നും എനിക്കറിയില്ല. അങ്ങനെ അവിടുന്ന് കുൽവന്ത് ഹാളിലുള്ള എല്ലാ ഡോറിലും മാല ചാർത്തിയതിന് ശേഷം തിരിച്ച് റെസിഡൻസിയിൽ പോയി അവിടെ സ്വാമിയുടെ റൂമിൻ്റെ ഫ്രണ്ടിൽ മാല ചാർത്തി അവിടെ നമസ്കരിപ്പിക്കും. എന്നെ കൊണ്ട് അവിടെ നമസ്കരിപ്പിച്ച് അവിടെ ഒരു ഫോട്ടോ ഇരിപ്പുണ്ട്, ഇപ്പോഴും ഉണ്ട്, അത് അവിടെ തന്നെ ഉണ്ട്. അതിൽ സ്റ്റൂൾ വെച്ച് കയറി മാല തന്ന് എന്നെ കൊണ്ട് അതിലിടിയിക്കും. അങ്ങനെ ഞാൻ അതിലെല്ലാം മാല ചാർത്തി കഴിയുമ്പം പൂർണ്ണചന്ദ്ര ഓഡിറ്റോറിയത്തിൻ്റെ വശത്തുള്ള എല്ലാ ഡോറിലും അടുത്ത മാല ചാർത്തി എല്ലാം കഴിഞ്ഞ് തിരിച്ച് വീണ്ടും ഓങ്കാര ഹാളിൻ്റെ അവിടെ വന്ന് അവിടുത്തെ ഡോറിലെല്ലാം മാല ചാർത്തി. അതിനുശേഷം അകത്ത് കയറി ആരും കയറ്റുന്ന സമയമല്ല, കാരണം അത്രയും 2:30 മണിക്കാണ് അന്ന് കയറുന്നത്. അപ്പം അവിടെ ആരും കയറ്റില്ല. അപ്പോൾ പക്ഷേ അമ്മ എന്നെ വിളിച്ച് കയറ്റി ഇവിടെ നമസ്കരിച്ചിട്ട് വരാൻ പറഞ്ഞ് നമസ്കരിച്ചിട്ടാണ് ഞാൻ പോകുന്നത്. അത് കഴിഞ്ഞ് നേരെ ഗണപതിയുടെ അവിടെ പോകും. പിന്നെ അവിടെയുള്ള എല്ലായിടത്തും മാലയിട്ട് എല്ലാം കഴിഞ്ഞിട്ട് തിരിച്ച് അമ്മയെ കൊണ്ട് റൂമിലാക്കിയിട്ട് തിരിച്ച് ഞാൻ ആദ്യം ഊരിയിട്ട മാലയെല്ലാം, തലേ ദിവസത്തെ മാലയെല്ലാം അവിടെ കിടപ്പുണ്ട്. അപ്പം ഞാൻ അതെല്ലാം എടുത്ത് ബക്കറ്റിൽ വെച്ച് തിരിച്ച് അവിടെ വെച്ചിട്ട് തിരിച്ച് ഞാൻ വീണ്ടും ആ ഭാഗത്തോട്ടാണ്, ആ ഭാഗത്തുകൂടെ ജെൻസ് സൈഡിൽ കൂടെയാണ് പോവുകയും വരികയും ചെയ്യുന്നത് അമ്മയും ഞാനുമായിട്ട്. അപ്പം അതുവഴി തന്നെ ഒരാൾ വന്ന്, ഒരു പയ്യൻ പറഞ്ഞു അത് പോകാൻ പാടില്ല, ഇതുവഴി പൊയ്ക്കൂടാന്ന്. അപ്പം ഒരാൾ ഓടി വന്ന് പറഞ്ഞ് അവർക്ക് ഇതുവഴി പോവാം, അവർക്ക് മാത്രമേ ഇതുവഴി പോകാൻ അവസരമുള്ളൂ. ഇതെൻ്റെ ഭഗവാൻ തന്ന ഒരവസരം. ഞാൻ എത്രത്തോളം അതിൽ ഞാൻ വിലമതിക്കുന്നതെന്ന് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല.
അങ്ങനെ ഇരുന്ന ഒരു ദിവസം ആ അമ്മ എല്ലാ ദിവസവും ഒരു തൂണി എന്നും ഡയസിൻ്റെ അവിടെ നിന്ന് പ്രാർത്ഥിച്ചിട്ട് ഒരു തൂണിൻ്റെ അവിടെ ചെന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഞാനും അവിടെ നിന്ന് അമ്മ തൊഴും പോലെ ഞാനും തൊഴും. എന്നിട്ട് ഒരു ദിവസം തിരിച്ച് റെസിഡൻസിൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞ് അവിടെ ആ തൂണിൻ്റെ അവിടെ ഒരു ബുക്കുണ്ട്, അതിൽ ഈ പൂ കൊണ്ട് വയ്ക്കാൻ. അങ്ങനെ അപ്പം ഞാൻ അമ്മയുടെ പറയുന്നത് അവിടെ ബുക്കില്ല, കാരണം ഞാനും അമ്മയും കൂടെ അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം ബുക്കില്ല എന്ന് ഞാൻ കണ്ടതാണ്. അപ്പം അമ്മ പറഞ്ഞ് അല്ല അവിടെ ബുക്കുണ്ട്, നീ കൊണ്ട് വച്ചിട്ട് വാങ്ങും. അങ്ങനെ ഞാൻ പോയി. ഇതെല്ലാം പറയാനും അമ്മയ്ക്കും എനിക്കും ഭാഷ എന്തെന്ന് പോലും അറിയില്ല. എന്തോ അമ്മ പറയുന്ന എല്ലാം ഞാൻ കൃത്യമായിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ അവിടെ ചെന്നപ്പം കറക്റ്റാണ് ബുക്കിരിക്കുന്നു, അതിൽ പൂ വച്ചിട്ട് വന്നു. അപ്പോഴേ ഞാൻ മനസ്സിലാക്കുന്നു കൂടെ വരുന്നത് ഈശ്വരനാണെന്ന്. കാരണം എനിക്കിതിനെപ്പറ്റി ഒന്നും അറിയില്ല. ഞാൻ എല്ലാവരും അമ്മ എൻ്റെ കയ്യേം പിടിച്ച് പോകുമ്പോൾ എല്ലാവരും ചിരിക്കും, കാരണം ഒരു ഭാഷ അറിഞ്ഞൂടാ, ഒരു കാര്യം അറിഞ്ഞൂടാ. അമ്മയുടെ കൂട്ടത്തിൽ ഞാൻ എങ്ങനെ നടക്കും. അങ്ങനെ അത് കഴിഞ്ഞ് 9 ദിവസം കഴിഞ്ഞ് ആദ്യത്തെ പ്രാവശ്യം അങ്ങനെ പോയി 9 ദിവസം കഴിഞ്ഞ് തിരിച്ച് പോരുമ്പോൾ ഭയങ്കര സങ്കടം. കാരണം അവിടെ ഭഗവാനെ വിട്ടിട്ട് പോരുന്നു എന്നാണ് എൻ്റെ തോന്നല്. അങ്ങനെ വന്നിട്ട് തിരിച്ച് ബാംഗ്ലൂർ വന്ന് ഭഗവാനെയും കണ്ട് മുൻനിരയിൽ ഇരുന്ന് തന്നെ ഭഗവാനെ കണ്ട് അത്രത്തോളം ആനന്ദം എനിക്കുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പോയി തിരിച്ച് പോന്നു. അതിനുശേഷം അന്ന് മുതൽ ഒരു സർവീസും മുടങ്ങാതെ ഞാൻ സർവീസിന് പോയി. അന്ന് മുതൽ ചെയ്ത എല്ലാ ഇവിടെ തന്നെയായിരുന്നു എനിക്ക് ഡ്യൂട്ടി ഇത്രയും കാലം. അത് കഴിഞ്ഞിട്ട് എനിക്ക് കഴിയുന്നത് ഈ അകത്തെ ഡ്യൂട്ടി 2 മണിക്കുള്ളത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് VIP ഗേറ്റിലാണ് ഡ്യൂട്ടി. അവിടെ വരുമ്പോൾ ഈ കൈ നിറയെ പൂ വച്ചേക്കും. എല്ലാം പറയും എല്ലാം വാരി തലയിൽ വെച്ചിട്ട് വന്ന് ഞങ്ങൾക്കാർക്കും ഒന്നും തന്നില്ല എന്ന് പറയും. ഞാൻ അമ്മ മുറിച്ചിട്ട് എൻ്റെ തലയിൽ വെക്കുന്നതിന് എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്തതെന്ന് പറയും. അങ്ങനെ അവിടെ നിന്ന് എല്ലാവരും കയറ്റിവിടാനും ആ കുട്ടികൾ ഭഗവാന്റെ കുഞ്ഞു മക്കൾ പോകുമ്പോൾ ഒക്കെ കയറ്റിവിടാൻ എനിക്കെന്തൊരു സന്തോഷം. ഞാൻ അത്രയും ഇതിൽ തുറന്നു വിടാനും കേട്ടാനും അതെല്ലാം ആരോ പഠിപ്പിച്ചു തന്ന രീതിയിലാണ് എനിക്കെല്ലാം ചെയ്യാൻ പറ്റി. അങ്ങനെ ഞാൻ ഇന്നും പോയാൽ എൻ്റെ 2 സ്ഥലത്തെയും ഡ്യൂട്ടി അവിടെ തന്നെയാണ്. അങ്ങനെ ഇരുന്ന് കുറച്ച് നാൾ കഴിഞ്ഞ് എൻ്റെ മോക്ക് കല്യാണ ആലോചന വന്നു. ഇതിനിടയ്ക്ക് ഞാൻ ഒരു തയ്യൽ ടീച്ചറും കൂടെയാണ്. അതുകൊണ്ട് എനിക്ക് ഭഗവാന്റെ ബർത്ത്ഡേക്ക് അവിടെ ഫ്ലാഗ് തയ്ക്കാനുള്ളൊരു അവസരം തന്നു. ഇഷ്ടംപോലെ ഫ്ലാഗ് വെച്ച് അതിങ്ങനെ അവിടെ നാട്ടി. അപ്പോൾ എൻ്റെ കൂടെ ഇവിടുത്തെ ഡിസ്ട്രിക്ട് പ്രസിഡന്റ് വന്ന് ചേച്ചിക്ക് തയ്ക്കാൻ പ്രയാസം ഉണ്ടാകുന്ന തയ്ക്കാൻ. ഞാൻ എനിക്ക് തന്നെ 83ാം പിറന്നാളിൻ്റെതാണ് ഭഗവാന്റെ. അപ്പം അതിന് ഞാൻ അങ്ങനെ എല്ലാം തെച്ചു കൊടുത്ത് അതെല്ലാം ഇവിടെ കൊണ്ട് നാട്ടി. ചേച്ചിയുടെ ഫ്ലാഗെല്ലാം അവിടെ പറന്നിട്ടുണ്ട് കേട്ടാന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ കൂടെ തിരിച്ചു വന്നവരെല്ലാം അത് കഴിഞ്ഞ് തിരിച്ച് നമ്മുടെ സമിതിയിലേക്ക് പഴയ ഫ്ലാഗ് എന്തോ ആവശ്യം വന്നപ്പോൾ ഞാൻ വാങ്ങിച്ചു. അതിൽ 2 എണ്ണം ഇപ്പോഴും എൻ്റെ അലമാരി തന്നെ ഭദ്രമാക്കി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് എൻ്റെ മോക്ക് കല്യാണാലോചന വന്ന്. അങ്ങനെ കല്യാണം ആലോചിക്കുന്ന സമയത്ത് ഞങ്ങൾ ഭഗവാനെയാണ് ആദ്യമായിട്ടും കല്യാണം വിളിച്ചത്. ഭഗവാന്റെ അടുത്ത് പോയി ഭഗവാനെ ലെറ്റർ കൊടുത്ത് കല്യാണം വിളിച്ച ഭഗവാൻ ലെറ്റർ വാങ്ങിച്ച് അവൾക്ക് താലി ബ്ലസ് ചെയ്ത് കൊടുത്ത്, സാരി ബ്ലസ് ചെയ്ത് കൊടുത്ത്, കത്ത് സ്വാമിയുടെ കൈ കൊണ്ട് വാങ്ങിച്ചു. അന്ന് ചക്രവർത്തി സാറാണ് കൂടെ പോയത്. സാറ് കത്ത് കൈ നീട്ടുന്ന സമയത്ത് സ്വാമിയുടെ കർച്ചീഫ് തറയിൽ വീണ്. അപ്പോൾ അദ്ദേഹം പെട്ടെന്ന് അത് കുനിഞ്ഞെടുത്ത സമയം കൊണ്ട് സ്വാമി കത്ത് കയ്യിൽ മേടിച്ച് എന്നിട്ട് അത് നോക്കി. അങ്ങനെ നല്ലൊരു അവസരം കിട്ടി. അതിനെല്ലാം ഭഗവാനോട് നന്ദിയുള്ളവരാണ് ഞാനെന്നും. അത് കഴിഞ്ഞ് കല്യാണം എല്ലാം കഴിഞ്ഞ് അങ്ങനെ ഇരിക്കുന്ന അവസരത്ത് എപ്പോഴും ഈ പഠിക്കുന്ന സമയത്തെല്ലാം, കല്യാണ സമയത്ത് നമ്മൾ പഠിച്ചുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. പഠിക്കുന്ന സമയത്തെല്ലാം നമ്മൾ ഓരോ പ്രാവശ്യവും അവിടെ ആപ്ലിക്കേഷൻ അയക്കും ഭഗവാന്റെ അവിടെ. എന്തെങ്കിലും പഠിക്കാനുള്ള ആഗ്രഹം കൊണ്ട് അവിടെ അയക്കും. പക്ഷെ ഒരിക്കലും അത് സാധിച്ചിട്ടേ ഇല്ല. അങ്ങനെ ആദ്യമായിട്ട് 1-2 പ്രാവശ്യം അവിടെ ഡ്യൂട്ടി ചെയ്തിട്ടുള്ളവള്. എന്നാൽ ആദ്യമായിട്ട് അവൾക്ക് ഡ്യൂട്ടി ചെയ്യാൻ കിട്ടിയ അവസരം ഭഗവാന്റെ സ്കൂളിൽ, ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിപ്പിക്കാനുള്ള ഡ്യൂട്ടിയാണ് കിട്ടിയിരുന്നത്. അത് കഴിഞ്ഞ് എല്ലാം അടുത്ത് ഡോക്ടറേറ്റ് കിട്ടി കഴിഞ്ഞപ്പോഴത്തേനും കൊറോണ വന്നപ്പം ഒരു സ്ഥലത്തും പഠിപ്പിക്കാൻ പറ്റാതെ ജോലിയില്ലാതെ വീട്ടിൽ നിന്നപ്പം ഭയങ്കര കരച്ചിലായിരുന്നു. എന്ത് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോഴും സ്വാമിയുടെ അവിടെ അപേക്ഷ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഇരിക്കുമ്പോൾ
ഭയങ്കര സങ്കടം. ഞാൻ പറഞ്ഞു ഇങ്ങനെ കരയാൻ നിനക്ക് സ്വാമി അറിയില്ലേ, സ്വാമി എന്തായാലും ഒരു കാര്യം കാണാതെ ഇരിക്കില്ല, സമാധാനപ്പെടും എന്നിങ്ങനെ പറഞ്ഞ് അങ്ങനെ ഇരിക്കുമ്പം ഓൺലൈൻ ക്ലാസ് എടുക്കാൻ വേണ്ടി സ്വാമി അയച്ചു കൊടുത്തു. അപ്പം അങ്ങനെ 2 വർഷം ഓൺലൈനായിട്ട് ക്ലാസ് എടുത്ത്. അത് കഴിഞ്ഞ് കൊറോണ കഴിഞ്ഞെങ്കിലും ഇവിടോട്ട് അങ്ങ് പുട്ടപർത്തിയിലോട്ട് അങ്ങനെ ആർക്കും പെട്ടെന്ന് പോകാൻ പറ്റാത്ത ഒരു സാഹചര്യം. 2-3 പ്രാവശ്യം അവൾക്ക് ചെല്ലാൻ വിളിക്കും, അങ്ങനെ ടിക്കറ്റ് ബുക്ക് ചെയ്യും, പിന്നെ വിളിച്ച് പറയും ചെല്ലണ്ടെന്ന്, പിന്നെ ക്യാൻസൽ ചെയ്യും, അങ്ങനെ 4-5 പ്രാവശ്യമായി. അപ്പോഴും ഒരു രക്ഷയില്ല, കിട്ടൂലമ്മ, നമുക്ക് കിട്ടൂല. നമ്മൾ സമാധാനപ്പെട്ട് കിട്ടും, ഭഗവാൻ എന്താണ് വിചാരിച്ചെങ്കിലും നമുക്ക് അറിഞ്ഞൂടല്ലോ, നീ സമാധാനപ്പെടുക. എന്നിട്ട് ഞാനിങ്ങനെ ഭഗവാനോട് പറയും, ഭഗവാൻ എന്തിനാണ് എൻ്റെ കുഞ്ഞിനെ ഇത്രയായിട്ട് വേദനിപ്പിക്കുന്നത്? എന്ത് പറഞ്ഞു 2 ദിവസം കഴിയുമ്പേ അടുത്ത് വീണ്ടും അപ്പോയിൻമെൻ്റ് ഓർഡർ വന്ന് ചെല്ലാൻ അപ്പം തന്നെ ബുക്ക് ചെയ്ത് പുട്ടപർത്തിയിൽ വന്ന് അങ്ങനെ ഭഗവാനെ പഠിക്കാൻ ചോദിച്ചപ്പം ഭഗവാൻ പഠിപ്പിക്കാനാണ് അവളെ വിളിച്ചത്. അങ്ങനെ ഇപ്പം അവിടെ സ്വാമിയുടെ വിമൻസ് കോളേജിൽ അനന്തപൂർ പ്രൊഫസറായിട്ട് അവൾ വർക്ക് ചെയ്യുന്നുണ്ട്. അതെൻ്റെ ഭഗവാൻ തന്നെ ഒരു 18 ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ടാണ് അവിടെ കയറാൻ പറ്റിയത്. 18 ഇൻ്റർവ്യൂവിലും ഞാനും എൻ്റെ ഹസ്ബൻഡും നിരന്തരം, കാരണം പ്രാർത്ഥന ഭഗവാന് ഏറ്റവും ഇഷ്ടമുള്ളതാണ് നാമസ്മരണം. അവിടെ ഇരുന്ന് ഓരോ ദിവസത്തെ ഇൻ്റർവ്യൂ കഴിയുന്നത് വരെ സായി ഗായത്രി പറയും, ഞങ്ങൾ 2 നിർത്താതെ. അങ്ങനെ 18 ഇൻ്റർവ്യൂവിനോ അങ്ങനെ തന്നെ ചെയ്ത് അവസാനം ഭഗവാൻ വിളിച്ചു. അത് കഴിഞ്ഞ് ഭർത്താവിനെയും കുഞ്ഞിനെയും അവിടെ തന്നെ ജോലിക്കും കുഞ്ഞിന് പഠിക്കാനുള്ള സൗകര്യവും ഭഗവാൻ അവിടെ തന്നെ ചെയ്തു കൊടുത്തു. അങ്ങനെ അവരവിടെ ഭഗവാന്റെ കാരുണ്യത്തിൽ സുഖമായി ജീവിക്കുന്നു. ഭഗവാനാണ് എൻ്റെ ഓരോ വിഷമസന്ധിയിലും എന്നെ അങ്ങനെയാണ് ഭഗവാൻ വിളിച്ചു കൊണ്ടുപോയി, നീട്ടിക്കൊണ്ടുപോയത്. അതാണ് എൻ്റെ ഭഗവാൻ എനിക്കിടയിൽ തന്നെ. പിന്നെ എൻ്റെ മോനും അതേപോലെ ഭഗവാന്റെ പാദനമസ്കാരം കിട്ടിയിട്ടുണ്ട്. സ്വാമിക്ക് പൂർണ്ണകുംഭം കൊടുക്കാൻ അവന് സാധിച്ചു. വൈദ്യൻ സാറിൻ്റെ കൂടെ ആണ് ഞങ്ങൾ എല്ലാം വേദം പഠിച്ചത്. വേദം പഠിച്ച് അവരെ കൊണ്ട് ഭഗവാൻ സ്വാമിയുടെ അടുത്ത് വേദം ചൊല്ലിച്ച്, അപ്പോഴും പൂർണ്ണകുംഭം സ്വാമി തന്നെയാണ് എടുത്ത് അവൻ്റെ കയ്യിൽ വെച്ച് കൊടുത്തതും സ്വാമിയെ ആനയിച്ച് കൊണ്ടുപോകാനുള്ള അവസരവും അവന് കിട്ടി. പിന്നെ എല്ലാ യൂത്ത് ക്യാമ്പും ഞങ്ങൾ അറ്റൻഡ് ചെയ്യും. കാരണം 2 പേരും യൂത്തിൻ്റെ ആൾക്കാരായിരുന്നു, യൂത്ത് ഇൻചാർജന്മാരായിരുന്നു ഡിസ്ട്രിക്റ്റിൻ്റെ. അപ്പം അവർക്ക് എപ്പോഴും വരണം. അപ്പോഴും ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ വരും. കാരണം എല്ലാ യൂത്ത് ക്യാമ്പും നമ്മളും അതുപോലെ അറ്റൻഡ് ചെയ്യും. കാരണം അവിടെ നടക്കുന്ന ഓരോരുത്തരെയും പ്രഭാഷണം കേൾക്കാനുള്ളവർ. പിന്നെ സ്കൂൾ അടപ്പായതുകൊണ്ട് ഞങ്ങൾക്ക് അവിടെ എപ്പോഴും പിള്ളേരെ കൂടെ പോയി അവിടെ നിന്ന് 10 ദിവസം അവിടെ താമസിച്ചിട്ടാണ് വരുന്നത്. അതിനുള്ളൊരു അവസരം വന്ന് ഈ കൊറോണ വരെ മുടങ്ങാതെ എല്ലാ വിഷുവിനും പോയി യൂത്ത് ക്യാമ്പ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിന് ശേഷമാണ് പിന്നെ പോകാമെന്ന്. എന്നാലും ഇപ്പോൾ കഴിഞ്ഞ വിഷുവിനും പോയിരുന്നു. ഭഗവാൻ അവിടെ വേദം ചൊല്ലാനുള്ള അവസരം തന്നു. അങ്ങനെ അതിന് 3 പ്രാവശ്യം അവസരം കിട്ടി അവിടെ വേദം ചൊല്ലാൻ. പക്ഷെ 2 പ്രാവശ്യം ചെയ്യാൻ എനിക്ക് പറ്റിയുള്ളൂ. ഒരു പ്രാവശ്യം പോകാൻ പറ്റിയില്ല, ഒരാളിൻ്റെ ഒരു മരണം വെച്ചിട്ട്. അങ്ങനെ അതിന് പക്ഷേ എന്തുകൊണ്ടോ ഞാൻ ഈ വാണി വായിക്കാൻ എടുക്കുമ്പം ഞാൻ സെലക്ട് ചെയ്തതല്ല, അത് ഭഗവാൻ തന്നെ സെലക്ട് ചെയ്താണ്. എനിക്ക് വേദത്തിൻ്റെ കൂടെ ഉള്ള ആ ഒരു വേദം എന്ന് പറഞ്ഞാൽ എൻ്റെ രക്തത്തിൽ അലിഞ്ഞിരുന്ന അത്രത്തോളം ആത്മാർത്ഥമാണ് എനിക്ക് വേദത്തിലൂടെ. അതുകൊണ്ട് ആയിരിക്കാം ഭഗവാൻ ഞാൻ എടുത്ത പാകത്തിൽ അതാണ് വായിക്കാൻ തന്നതുകൊണ്ട് ഞാൻ തുറന്നപ്പം കിട്ടിയ ഭാഗം ഞാൻ തിരഞ്ഞില്ല വായിച്ച. പക്ഷെ അതിൽ വേദത്തെ പറ്റി തന്നെയാണ് കൂടുതലും പറഞ്ഞിട്ടുള്ള തൈത്തിരീയ ഉപനിഷത്തിന് കാര്യങ്ങളും. അതും ഭഗവാൻ തന്നെയാണ് സെലക്ട് ചെയ്തതെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ ഓരോ പ്രാവശ്യവും ഞാൻ വന്നിട്ട് പോവും, സർവീസിന് വരുമ്പം ആ അമ്മയെ പോയി കാണും. അമ്മ എനിക്ക് എപ്പോഴും ഡ്യൂട്ടിക്ക് വരുമ്പോഴായാലും അല്ലാത്തപ്പോഴായാലും ചെയ്യുമ്പോൾ എനിക്ക് ഫ്രൂട്ട്സ് തരും. ഭഗവാന്റെ അവിടെ അഭിഷേകം ചെയ്ത തീർത്ഥം തരും. അങ്ങനെ ഇന്ന് ഒരിക്കൽ പോകുമ്പോൾ അമ്മ സുഖമില്ല, നാട്ടിൽ ബന്ധുക്കൾ കൊണ്ടുപോയിരിക്കണം എന്ന് പറഞ്ഞ്, അത് കഴിഞ്ഞ് അടുത്ത പ്രാവശ്യം പോയപ്പോഴത്തേനും അമ്മ ഭഗവാനിൽ എത്തിയെന്നറിഞ്ഞപ്പോൾ ഭയങ്കര സങ്കടമായിപ്പോയി. പിന്നെ
അതിനുശേഷം സരസ്വതി അമ്മ എന്ന് പറഞ്ഞു. ചേച്ചിക്കൊക്കെ അറിയാമായിരിക്കും, മീനാക്ഷി അമ്മ, വത്സല ചേച്ചിക്കൊക്കെ അറിയാവുന്ന ആളാണ്. അപ്പം സരസ്വതി എന്ന് പറഞ്ഞാൽ അവരും അതുപോലെ ആ അമ്മയെ പോലെ ഭയങ്കര സ്നേഹവും കാര്യവും. ഇന്നും പോയാലും ഞാൻ പോയി ആ അമ്മയും കണ്ടിട്ടേ പോകത്തുള്ളൂ. അങ്ങനെയാണ് എൻ്റെ ജീവിതം, എൻ്റെ ഭഗവാനോടുള്ള എൻ്റെ. മീനാക്ഷി ചേച്ചി മരിച്ചു. മീനാക്ഷി ചേച്ചി മരിച്ചുപോയി. അതെ, അതിനുശേഷമാണ് സരസ്വതി അമ്മ വന്നത്. അപ്പോഴും അതേപോലെ തന്നെ എന്നെ കൊണ്ടുപോയി അവിടെ നമസ്കരിക്കും. അപ്പോഴും സ്വാമിയുടെ സമാധിയായപ്പോഴത്തേക്കും സമാധിയിൽ ആരും വരാനായിരുന്നു അവിടെ ചെന്ന് എന്നെ തൊഴിപ്പിച്ച് കൊണ്ടുവരും സരസ്വതി അമ്മ. മീനാക്ഷി അമ്മ നാട്ടിൽ പോയി, മീനാക്ഷി ചേച്ചി നാട്ടിൽ പോയി നിൽക്കുകയായിരുന്നു. അപ്പൊ ഒരു തവണ വന്നപ്പോ എൻ്റെ അടുത്ത് പറഞ്ഞു, ഭയങ്കര സങ്കടമാണ് ഈ നാട്ടിൽ പോയി നിൽക്കണ കാര്യം. എനിക്ക് സ്വാമി എനിക്ക് ഇവിടെ നിന്നാ മതി എന്നൊക്കെ പറഞ്ഞു. നിന്നു. കുട്ടികളെ കൂട്ടിക്കൊണ്ടുപോകാൻ വന്നിരിക്കുക. അനന്തരവന്മാരാണല്ലോ, മക്കളില്ല. അനന്തരവന്മാര് കൂട്ടിക്കൊണ്ടുപോയി. എനിക്ക് ഇഷ്ടമല്ല വത്സല, എന്നാലും പോയല്ലേ തീരൂ എന്നൊക്കെ പറഞ്ഞു പോയി കേട്ടോ. പോയിട്ട് ഒരു 2 മാസം കഴിഞ്ഞപ്പോ ചേച്ചി തിരികെ വന്നു. തിരികെ വന്നതിന്റെ പിറ്റേ ദിവസം മുകളിലത്തെ നിലയിലായിരുന്നു വീട്, താഴത്തെ നിലയിലേക്ക് ഒരു വീട് കൊടുത്തു. ആ അതായത് സൗത്തില് ഭഗവാന്റെ ആദ്യത്തെ ബിൽഡിംഗ് ഉണ്ടല്ലോ, സൗത്ത് ബിൽഡിംഗ്, അല്ല ഏറ്റവും മുകളിലായിരുന്നു ചേച്ചിയുടെ വീട്. അപ്പൊ എപ്പോഴും പറയും, അന്ന് ലിഫ്റ്റ് ഒന്നും ഇല്ല, എനിക്ക് കയറിപ്പോവാനൊക്കെ എന്ത് പ്രയാസമാണ്, മുട്ടൊക്കെ വേദനയും, എന്നാലും പോവും. അതിന് താഴെ ഒരു വീട് വരാൻ വേണ്ടി തരണേ ഇല്ല എന്ന് പറയും. അവസാനം അവർക്കൊരു വീട് കൊടുത്തു. പിറ്റേ ദിവസം രാവിലെ പുട്ടപ്പർത്തിയിൽ വെച്ച് അവര് സ്വാമിയുടെ പാദത്തിൽ ലയിച്ചു. അവരുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു, എന്റെ നാട്ടിൽ പോയിട്ട് ഞാൻ എന്ത് ചെയ്യാനാ, എന്റെ ഭഗവാന്റെ പാദത്തിലല്ലേ ഞാൻ ഇരിക്കേണ്ടത്. അതുപോലെ തന്നെ ഒരു മാസത്തേക്ക് 2-3 ദിവസത്തേക്ക് വന്ന അമ്മ മീനാക്ഷി ചേച്ചി പിറ്റേ ദിവസം രാവിലെ മരിച്ചു. ഭഗവാന്റെ പാദത്തിൽ തന്നെ ലയിച്ചു, അവരുടെ ആഗ്രഹം പോലെ. അവരെത്ര കാലമാണ് ഭഗവാന്റെ സേവ ചെയ്തിരിക്കുന്നത്. ഭഗവാന്റെ വരാന്ത തുടയ്ക്കുന്നതും മീനാക്ഷി ചേച്ചിയുടെ ജോലിയാണ്. അങ്ങനെ ചേച്ചി എനിക്കും അവസരം തന്നിട്ടുണ്ട് ഭഗവാന്റെ വീടിന്റെ മുൻവശത്തും ഒക്കെ ചെയ്യാനുള്ള. അപ്പൊ ഞാൻ പറയുകയാണ്, എന്താണ് വത്സലയുടെ അനുഭവങ്ങളൊക്കെ വളരെ മനോഹരമായിരുന്നു, വളരെ ഹൃദയസ്പർശിയായ അനുഗ്രഹം. സായിരാം. എനിക്ക് ഇത്രയും പറയാൻ അവസരം തന്ന ചേച്ചി, നിങ്ങളുടെ എല്ലാ ആ സംഘടനയിൽ എല്ലാവർക്കും ഞാൻ സായിരാം പറയും. സായിരാം. So you just mentioned that you want to learn Python. So do not learn Python in manual way in 2025, because learning Python in manual way will take you like 6 months of your time. On top of that, you will be ultra non-productive in Python, because when అన్నమయ కోశము, the food sheet, మనోమయ కోశము, mind sheet, ప్రాణమయ కోశము, life sheet, విజ్ఞానమయ కోశము, wisdom sheet, ఆనందమయ కోశము. and the blissful state. కానీ ఈనాటి మానవుడు But man today, అన్నమయ కోశం నుంచి from the sheet of ప్రాణం food, ఉంటుండదు ఎప్పుడు, Yes, కానీ life. మనోమయ కోశం వరకు ప్రయాణం చేస్తున్నాడు. travels up to the point of the sheath of the mind. దాని తర్వాత ఇతనికి టికెట్ లేదు, ప్రయాణం చేయడానికి ఏ రథము లేదు. Thereafter, he doesn't find any chariot nor need to buy a ticket to travel. కారణం ఏమిటి? Why? అని తెలియదు. He doesn't know. అంతవరకు ఈయనకి రోడ్డు తెలుసు, He knows the path till there. అంతవరకు ఈయనకి పర్మిషన్ తెలుసు. He has got permission till there. కానీ అక్కడి నుంచి మనోమయం నుంచి విజ్ఞానమయం కోసం పోవడానికి కష్టం. From the point of this mind, he should go to the state of విజ్ఞానం wisdom. అనగా ఈనాటి సైన్స్ అనుకుంటున్నారు వీళ్ళు. You think wisdom is science. సైన్స్ కు విజ్ఞానంకు చాలా డిఫరెన్స్. There's wide gulf of difference between wisdom and science. ఈ సైన్స్ అనేటువంటిది కేవలము మనోశక్తి చేతను, యంత్రముల శక్తి చేతను ఇది అభివృద్ధి అవుతుండాలి. The science improves because of the mental power, psychological strength. కానీ విజ్ఞానం అనగా But the wisdom, అన్నిటికీ అతీతమైనటువంటిది. it is beyond all. ఈ విజ్ఞానం అనేటువంటిది కేవలము This wisdom ఒక విధమైన ఆత్మశక్తి నుంచి is ఆవిర్భవించేది. born out of the power of Atma. కనుకనే విజ్ఞానం బ్రహ్మ అన్నారు. Therefore it is said, wisdom is divine. ఆ డివైన్ అనేటువంటిది అక్కడికి వచ్చి చేరిపోతుంది. The divine comes into the picture there at the level of wisdom. అన్నింటికి మూల కారణము సేవ. For everything, service is important. നീ മാം ഭജന പാടിക്കോളൂ. സായിരാം. കേശവാ മാധവാ ജയ ദേവ മധുര
നേത്രകമലദള അധിവ മനോഹര നേത്രകമലദള അതിവ മനോഹര അന്തര്യാമി പ്രഭു പരമേശ്വര അന്തര്യാമി പ്രഭു പരമേശ്വര മായാമാനുഷ വേഷനിരാധര മായാമാനുഷ വേഷനിരാധര ദേവാ മധുസൂദന ജയ ദേവാ മധുസൂദന ജയ ദേവാ മധുസൂദന കേശവാ മാധവ ജയ ദേവാ മധുസൂദന നേത്രകമലദള അധിവ മനോഹര അന്തര്യാമി പ്രഭു പരമേശ്വര മായാമാനുഷ വേഷനിലാധര മായാമാനുഷ വേഷനിലാധര ദേവാ മധുസൂദന ജയ ദേവാ മധുസൂദന ജയ ദേവാ മധുസൂദന കേശവാ മാധവ ജയ ദേവാ മധുസൂദന സൈറാം സൈറാം ചേച്ചി വളരെ നന്നായി. ഭജനയൊക്കെ വളരെ നന്നായി. ആർട്ടിഫിഷ്യൽ ആയിട്ട് തന്നെ എല്ലാം അവതരിപ്പിച്ചു. ഇനി നമുക്ക് സായി ഉപമ വത്സല മാം. സായിരാം. വത്സല, താങ്ക് യു സോ മച്ച്. വളരെ ഹൃദയസ്പർശിയായുള്ള അനുഭവങ്ങളും നല്ല ഭജനയും. താങ്ക് യു. നദികൾ സമുദ്രത്തിൽ ലയിക്കുന്നു, അല്ലാതെ മരുഭൂമിയിലല്ലാതെ എത്തുന്നത്. വെള്ളം വെള്ളത്തോട് ചേരുന്നു, അതാണ് ലക്ഷ്യം. കൈവല്യം, അതായത് സായുജ്യം. ആ ലക്ഷ്യത്തെ നിങ്ങൾ സദാ മുൻനിർത്തിക്കൊണ്ട് ചഞ്ചലമായ മനസ്സിനെ നിരന്തരം ചങ്ങലക്കിട്ട് നിയന്ത്രിക്കണം. സൂര്യൻ ആകാശത്ത് ജ്വലിച്ചു നിൽക്കുമ്പോൾ ചന്ദ്രൻ നിഷ്പ്രഭനാകുന്നു, മറയുന്നു. തീക്ഷ്ണമായ ബുദ്ധിയാണ് സൂര്യൻ. ഏറ്റക്കുറച്ചിലുള്ള മറഞ്ഞു തെളിയുന്ന കാണപ്പെടുന്നതായ ചന്ദ്രനാണ് മനസ്സ്. അതുകൊണ്ട് ബുദ്ധിക്ക് പരമപ്രാധാന്യം നൽകുക. മനസ്സ് യുക്തിക്കാണ്, അല്ലാതെ വികാരങ്ങൾക്കല്ല അടിമപ്പെടേണ്ടത്. ജയ സായിരാം. സൈരാം ചേച്ചി ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ എല്ലാവരോടുമായിട്ട് പറയുന്നത് എൻ്റെ മക്കളുടെ ബാലവികാസ് ഗുരുവാണ് വത്സല ചേച്ചി. സായിരാം ചേച്ചി. സായിരാം നല്ല നല്ല പ്രസന്റേഷൻ ആയിരുന്നു. എല്ലാവരുടെ പേരിൽ ഞങ്ങൾ നന്ദി പറയുന്നു. ഇനി നമുക്ക് ശാന്തി മന്ത്രം പറഞ്ഞ് അവസാനിപ്പിക്കാം. സമസ്തലോക സുഖിനോ ഭവന്തു, സമസ്തലോക സുഖിനോ ഭവന്തു, സമസ്തലോക സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. ജയ് സായിരാം. പങ്കെടുത്ത എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ധാരാളം ഉണ്ടാവും.